ഗുഡ് മോർണിംഗ് ഡേ 5. എന്ത് തോന്നുന്നു? ഡൽഹി ഇഷ്ടമായോ? എന്താ ഇഷ്ടമായത്? ഫുഡാണോ അതോ സൈറ്റ് സീയിങ് ആണോ? സൈറ്റ് സീയിങ് നല്ലതാ. നമ്മൾ കുറേ ലൈക്ക് ഓൺലൈൻ കാണുന്ന അട്രാക്ഷൻസ് ഒക്കെ നേരിട്ട് കാണുമ്പോൾ ഒരു നല്ല ചാന്ദിനി ചൗക്കി പോയപ്പോൾ ആ റിക്ഷ റൈഡ് നിനക്ക് ഇഷ്ടമായോ? എനിക്ക് ഇഷ്ടമായോ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ചെയ്യണ ഒരു എക്സ്പീരിയൻസ് അല്ല, പക്ഷേ വൺസ് ഇൻ എ ലൈഫ് ടൈം ഒക്കെ ചെയ്യണ നേരത്തെ നമ്മളതൊന്നും കൂടി വാല്യുബിൾ ആയിട്ട് ചെറിഷ് ചെയ്യും. എനിക്ക് ഓൾഡ് ഡൽഹി അത്ര ഇഷ്ടമായില്ല. ആ ലൈഫും സഫറിങ്ങും ഒക്കെ കണ്ടപ്പോൾ കുറച്ച് അപ്സെറ്റായി. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ പോണത് എവിടേക്കാ? ഇന്ന് നമ്മൾ പോണത് അക്ഷർധാം. പിന്നെ എങ്ങോട്ടാ നിന്റെ ഫേവറേറ്റ് സ്ഥലം? യെസ്, നാഷണൽ മ്യൂസിയമിൽ പോവും. എന്നിട്ട് വീട്ടിൽ വരും. ഷോപ്പിങ്ങിന് പോകണ്ടോ? ഇന്നില്ല, നോക്കാം നമുക്ക്. നമ്മൾ ശരിക്കും ഇവിടുത്തെ മാൾസിലൊന്നും പോയിട്ടില്ല. അപ്പോൾ ഒരു മോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കണ്ടേ. സമയമുണ്ടെങ്കിൽ അവിടേക്ക് പോവും. പിന്നെ നമ്മൾ വിചാരിച്ചിട്ടുള്ള കുറച്ച് സ്ട്രീറ്റ് ഫുഡ്സ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ചെയ്യാത്ത ഫുഡ് ഏതാണെന്ന് എനിക്കറിയോ? യെസ്, അപ്പോൾ കുൽഫി നമുക്കിന്ന് കഴിക്കണം. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എക്സൈറ്റഡ് ആണോ? യെസ്. നമുക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഒരു പ്ലാൻ ഉണ്ടോ? പ്ലാനൊന്നുമില്ല. അപ്പോൾ ശരി, ബൈ. ഹലോ, വെൽക്കം ബാക്ക് ടു എലൈന ആൻഡ് ജിയോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഡൽഹിയിൽ ഡേ 5 ആണ്. ഡേ 5 ആയതുകൊണ്ട് കൂടി തന്നെ നമ്മൾ കുറച്ചധികം ദിവസം ഇവിടുത്തെ പുകയും പൊടിയും എല്ലാം ബ്രീത്ത് ചെയ്തിട്ട് നമ്മളെല്ലാവരും ശരിക്കും സിക്കാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി ജിയോ പോയിട്ട് വരികയാണ്. ഇപ്പം നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും, ഇവിടെ മുഴുവൻ പൊടിയാണ്. ഏകദേശം ഒരു 10 മണിയാണ് ആയിട്ടുള്ളൂ രാവിലെ. അപ്പോഴേക്കും നമുക്ക് ഒട്ടും വിസിബിലിറ്റി ഇല്ല. എല്ലാം കാണാൻ ഭയങ്കര മങ്ങിയായിരുന്നിരുന്നത്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഡൽഹിയിലെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ഹിന്ദു ടെമ്പിൾ അക്ഷർധാം കാണാൻ പോവാണ്. ഇതിനെ സ്വാമിനാരായണൻ ടെമ്പിൾ എന്നും പറയാറുണ്ട്. ഇന്ത്യൻ ഹിന്ദു സംസ്കാരത്തിൻ്റെ 10,000 വർഷത്തെ പാരമ്പര്യത്തെയും ആചാരത്തെയും കാണിക്കുന്ന ഒന്നാണ് ഈ ടെമ്പിൾ. ആത്മീയ നേതാവായ സ്വാമി മഹാരാജ് ആയിരുന്നു ഈ ടെമ്പിൾ നിർമ്മിക്കുന്നതിൽ നേതൃത്വം കൊടുത്തത്. അതുമാത്രമല്ല, ഈ ടെമ്പിളിൻ്റെ നിർമ്മാണത്തിൽ 10,000-ലേറെ ആളുകൾ ഈ റിവർ താജ്മഹൽ മുതൽ ഇങ്ങോട്ട് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇനിയും പോവും. താജ്മഹലിൻ്റെ മുന്നിൽ നല്ല നിർത്തുന്നത് ഇനിയും കുറേ ദൂരെ പോവും. എവിടെ നിർത്തണേ? അത് തീർന്നത് ആ സ്ഥലത്തിൻ്റെ പേരാണ്. അതാണ് അതിൻ്റെ പേര്. ഡൽഹിയിൽ വരുന്ന ടൂറിസ്റ്റുകളുടെ ഒരു പ്രധാന അട്രാക്ഷനാണ് ഈ ടെമ്പിൾ. 2005 നവംബർ 6-നാണ് ഈ അമ്പലം ഒഫീഷ്യലി ജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല, യമുന നദിയുടെ തീരത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. കല്ലിൽ തീർത്തിരിക്കുന്ന സ്വാമിനാരായണൻ്റെ 11 അടിയുള്ള ശില്പം എടുത്തു പറയത്തക്ക ഒന്നാണ്. ഈ അമ്പലത്തിൻ്റെ നിർമ്മാണത്തിൽ ഉരുക്ക്, കോൺക്രീറ്റ് തുടങ്ങിയ യാതൊരുവിധ സാധനങ്ങളും ഉപയോഗിച്ചിട്ടില്ല. പകരം രാജസ്ഥാനിൽ നിന്നുള്ള പിങ്ക് മണൽക്കല്ലും ഇറ്റാലിയൻ മാർബിളും ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തൊക്കെയായാലും നമുക്ക് ഈ ടെമ്പിൾ കാണാൻ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ മൊബൈലോ വീഡിയോ ക്യാമറയോ ഒന്നും അലൗഡ് അല്ല. ഇവിടുത്തെ പാർക്കിംഗ് നല്ല വലുതായിരുന്നു. അവിടെ കാർ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ എല്ലാ ബിലോങ്ങിങ്സും കാറിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ അക്ഷർധാം കാണാൻ വേണ്ടി പോയത്. അവിടെ എയർപോർട്ടിലെല്ലാം കാണുന്ന പോലെ ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാമായിരുന്നു ഉണ്ടായിരുന്നത്. ഫുൾ നമ്മളെ ബോഡി എല്ലാം സ്കാൻ ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് കടത്തിയത്. കാർ പാർക്കിങ്ങിന് ആദ്യത്തെ 6 മണിക്കൂറിന് 150 രൂപയും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡബിൾ ചാർജുമായിരുന്നു ഉണ്ടായിരുന്നത്. പഴയ മൂവികളിലൊക്കെ കാണാറുള്ള പോലെ ഒരുപാട് കുത്തുപണികളൊക്കെ ചെയ്തിട്ടുള്ള ഒരു അമ്പലമായിരുന്നു അത്. അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു ദൈവീക ഫീല് നമുക്ക് കിട്ടിയിരുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.